ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ ദീപാവലി ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും എന്ത് പറ്റി? എയർ ക്വാളിറ്റി ഇൻഡെക്സ് താഴേക്ക് പോയിരിക്കുകയാണ്. 300 എയർ ക്വാളിറ്റി ഇൻഡെക്സ് 300 ലെവലിലേക്കൊക്കെയാണ് ഇപ്പോൾ കറന്റ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ കുറവാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ 400 വരെയൊക്കെ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളുകളാണ് ഞാൻ ശനിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളായിരിക്കും ഇന്നും നാളെയുമായിട്ട് പത്രങ്ങളിൽ ദീർഘമായിട്ടുണ്ടാവുക. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എക്കോളജി ആൻഡ് എൻവിറോൺമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പാർട്ടുകളാണ് ഈ ദീപാവലിക്ക് ശേഷം വരുന്ന പത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അത് ഡീറ്റെയിൽ ആയിട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, ഇല്ലേ? എന്തൊക്കെയാണ് ലെജിസ്ലേഷനുകൾ? പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെജിസ്ലേഷൻ എന്തൊക്കെയാണ്? ഇന്ത്യയിലുള്ള ലെജിസ്ലേഷൻ എന്തൊക്കെയാണ്? അത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പാർട്ട് എന്താണ്? പൊല്യൂഷൻ ഇറ്റ്സെൽഫ്. എന്തൊക്കെ പൊല്യൂഷനുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ദെൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. എന്താണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന 8 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എയറിന്റെ ക്വാളിറ്റി തീരുമാനിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന 8 എലമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ അളവ് എന്താണ്? 400 കടന്നിരിക്കുകയാണ്. ഓക്കെ, സോ 2021 വരെ ഉണ്ടായിരുന്നതില്ല, അല്ലെങ്കിൽ 2021 ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു തേർഡ് ഡിക്കേഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ അളവ് ഡൽഹിയിൽ കാണിച്ചിരിക്കുന്നത് ഈ വർഷമാണ്. ഓക്കെ, സോ എന്താണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. ദെൻ എന്തൊക്കെയാണ് വേറെ നോക്കാനായിട്ട്? പെർട്ടിക്കുലേറ്റ് മാറ്റർ റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസുകൾ ചെയ്യണം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യണം. അങ്ങനെയാണ് ഞാനിത് അലൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്നത്തെ ന്യൂസിൽ തന്നെ, ഇന്നത്തെ നമ്മളുടെ ന്യൂസ് പേപ്പറിൽ തന്നെ വന്നിരിക്കുന്ന 2 മറ്റ് ആർട്ടിക്കിളുകൾ ഉണ്ട്. എന്താണ്? റിവൈവിംഗ് യമുന DGB ഇനീഷ്യേറ്റീവ് ടെൻഡേഴ്സ് ഫോർ 13 ഡീസെൻട്രലൈസ്ഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ. സോ യമുനയും പൊല്യൂട്ടഡ് ആണ്. ഒഴുകുന്ന കളർ നോക്കി യമുനയുടെ. ദെൻ രണ്ടാമത് പഞ്ചാബ് സി 3-fold ഇൻ സ്റ്റബിൾ ബേണിംഗ്. സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ചിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ്? ഡൽഹിയിലെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫാക്ടറാണ്. ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും പൊല്യൂഷൻസ് വരാനായിട്ടുള്ള കാരണം? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ നമ്മൾ ഡൽഹിയുടെ ഐഡന്റിഫൈ ചെയ്യണം. ഡൽഹിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോണ്ടിനെന്റാലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന, ജോഗ്രഫിയിലെ കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് കോണ്ടിനെന്റാലിറ്റി? കോണ്ടിനെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് സീയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ ഒരു കടൽ തീരത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ഇരിക്കുന്ന ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷനെയാണ് കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ മുംബൈയും ഡൽഹിയും നിങ്ങൾ കമ്പയർ ചെയ്തേ. മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് സീനോട് അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ്. എന്നാൽ ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോണ്ടിനെന്റാലിറ്റി അധികമുള്ള ഒരു നഗരമാണ്, അതായത് അകത്തേക്ക് കയറി കിടക്കുന്ന ഒരു നഗരമാണ്. സോ അവിടെ എന്ത് ചെയ്യില്ല? കാറ്റിന്റെ അളവ് കുറവായിരിക്കും. ദെൻ കാറ്റ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാവും? ഇല്ല, ഡൽഹിയിൽ അങ്ങനെ ഉണ്ടാവില്ല. പകരം അവിടെയുള്ള ലോക്കൽ വിൻസുകളായിരിക്കും അവിടെ കിടന്ന് കളിക്കുന്നത്. ഓക്കെ, സോ പഞ്ചാബില് സ്റ്റബിൾ ബേണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ലോക്കൽ വിൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് ആ ഏരിയയിൽ മൊത്തം സ്പ്രെഡ് ചെയ്യും. അത് എന്തിന് കാരണമാകും? എയർ ക്വാളിറ്റി ഇൻഡെക്സ് താഴേക്ക് വരാനായിട്ട് കാരണമാകും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി വരുന്ന ഫസ്റ്റ് ഫാക്ടേഴ്സ്. സെക്കൻഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇടപെടലുകൾ. നമ്മൾ ഫയർ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നു, നമ്മളുടെ വെഹിക്കിൾസ് പൊല്യൂഷൻസ് വരുന്നു, ഫാക്ടറീസിൽ നിന്നുള്ള പൊല്യൂഷൻ, ഇങ്ങനെ ഡിഫറെന്റ് പൊല്യൂഷൻസ് നമ്മൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് മേജർ ഫാക്ടർ വരുന്നത്. ദെൻ അതർ റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ ഈ സ്റ്റബിൾ ബേണിംഗ്, ജം കൾട്ടിവേഷൻ, ഇങ്ങനെ വരുന്ന ചില അതർ ഫാക്ടേഴ്സും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് മേജർ ഡൽഹിയുടെ പൊല്യൂഷൻസിന് കാരണം. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യും. ആരാണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്? നമ്മളുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന
ഇദ്ദേഹമാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇവര് 8 എലമെന്റുകൾ എടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 8 എലമെന്റുകൾ? ഒന്ന് പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, പെർട്ടിക്കുലേറ്റ് മാറ്റർ 10. 2 പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെ നമ്മൾ എടുക്കും. ദെൻ ഞാൻ പറഞ്ഞു ആസിഡ് റെയിന് കാരണമായിട്ടുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും. ദെൻ കാർബൺ മോണോക്സൈഡ് എടുക്കും, ഓസോൺ എടുക്കും, ദെൻ 2 മെറ്റലുകൾ എടുക്കും. ഒന്ന് ലെഡും ദെൻ എന്താണ് അമോണിയ. ഒരു മെറ്റലാണ് അമോണിയ എന്ന് പറയുന്നത്, മെറ്റലാണോ എനിക്കറിയില്ല. സോ അമോണിയ നമ്മളുടെ അഗ്രികൾച്ചറിലേക്ക് ഇടുന്ന അമോണിയ NH3, അതും കൂടിയിട്ട് നമ്മൾ എടുക്കും. അങ്ങനെ 8 ഫാക്ടറുകളാണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ ഈ 8 ഫാക്ടേഴ്സിന്റെ പൊല്യൂഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ അളവ് എത്ര കൂടി എന്നാ പറഞ്ഞിരിക്കുന്നത്? പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ അളവ് 400 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററിലേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് പെർട്ടിക്കുലേറ്റ് മാറ്റർ? എന്താണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്? സോ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള പാർട്ടിക്കിളുകളെയാണ്. അതായത് നോർമൽ ഇപ്പോ നമ്മളുടെ മൺതരികൾ ഉണ്ടല്ലോ, അതെന്താ പാർട്ടിക്കിളാണ്? ഡസ്റ്റ് പാർട്ടിക്കിൾ. നമ്മളിപ്പോ വീടിന്റെ അവിടെ നമ്മൾ ചവറ് കത്തിക്കുകയാണ് അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുകയാണ്, അതിൽ നിന്ന് ഉയർന്നു വരുന്ന ആഷസുകൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതും ഒരു മാറ്ററാണ് അല്ലെ? സോ എന്റെ മുന്നിലിരിക്കുന്ന ഈ ലാപ്ടോപ്പ് ഒരു മാറ്ററാണ്. പക്ഷേ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ലിക്വിഡും സോളിഡുമായിട്ടുള്ള പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സിമെന്റ്. നിങ്ങൾ സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ സിമെന്റ് വാർക്കുന്ന കണ്ടിട്ടുണ്ടോ? വീട് നമ്മൾ പണിയുമ്പോൾ സിമെന്റ് വാർക്കും ഇല്ലേ? അപ്പോൾ സിമെന്റ് വാർത്ത് കഴിയുമ്പോൾ നമ്മളൊരു മെഷീനിലേക്ക് ഇട്ടിട്ട് കോൺക്രീറ്റും വെള്ളവും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു പുക മുകളിലേക്ക് വരും. എന്താണ് ഈ പുക മുകളിലേക്ക് വരുന്നത്? ഈ പുക സിമെന്റിന്റെ പാർട്ടിക്കിളുകളാണ്, ചെറിയ ചെറിയ കണങ്ങളാണ് അല്ലെങ്കിൽ കണികകളാണ്. ഇതിനെയാണ് നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വീട് പെയിന്റ് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ പെയിന്റിന്റെ ബക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ, അത് തുറന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഫ്യൂംസ് പുറത്തേക്ക് വരും. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സിമെന്റിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഫ്യൂംസ് പുറത്തേക്ക് വരും. സോ ഈ ഫ്യൂംസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഈ ഫ്യൂംസിൽ ചിലപ്പോൾ ലെഡ് പോലെയുള്ള മാരകമായിട്ടുള്ള വിഷവസ്തുക്കൾ ഉണ്ടാകും. സോ അങ്ങനെയുള്ള ലിക്വിഡ്, സോളിഡ്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. സോ നമുക്കത് കാണാൻ കഴിയില്ല, എന്നാൽ അത് ഒരു പാർട്ടിക്കിൾ ആണ്, അല്ലാണ്ട് ഒരു ഗ്യാഷ്യസ് ഫോമിലുള്ളതല്ല. ലിക്വിഡും സോളിഡുമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മുടി എടുക്കുക നിങ്ങൾ. ഓക്കെ, ഒരു മുടിയുടെ നാരെടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം 40 മുതൽ 50 മൈക്രോൺ വരെ ആയിരിക്കും. ഓക്കെ, ഒരു മുടിയുടെ നാരെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ തിക്നെസ് 40 മുതൽ 50 മൈക്രോൺ വരെ ആയിരിക്കും. എന്നാൽ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർട്ടിക്കുലേറ്റ് മാറ്റർ 2 ഉണ്ടല്ലോ, പെർട്ടിക്കുലേറ്റ് മാറ്റർ 10, പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5. പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈക്രോണിൽ താഴെയായിരിക്കും. നിങ്ങളുടെ മുടി എത്രയാണ്? മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മുതൽ 50 മൈക്രോൺ വരെ ആയിരിക്കും. എന്നാൽ പെർട്ടിക്കുലേറ്റ് മാറ്റർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈക്രോണിൽ താഴെയുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററുകളെ, സബ്സ്റ്റൻസുകളെ, ലിക്വിഡും സോളിഡുമായിട്ടുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പെർട്ടിക്കുലേറ്റ് മാറ്റർ 10 എന്ന് വിളിക്കുന്നു. ദെൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്താണ്? പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മൈക്രോണിനേക്കാൾ താഴെയുള്ളത്. അപ്പോ എന്തോരം ചെറുതായിരിക്കും ഇത്? മുടിയെ സംബന്ധിച്ചിടത്തോളം മുടിയെ എത്ര 40 ഭാഗങ്ങളായിട്ട്, അതായത് ഇത്രയും ചെറിയൊരു നാരിനെ നമ്മൾ വീണ്ടും 40 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന 2 പാർട്ടിക്കിളുകളായിരിക്കും നമുക്ക് എന്ത്? പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന് പറയുന്നത്. സോ ടൈനി പാർട്ടിക്കിൾസ് ആയിരിക്കും അത് ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയില്ലേ? നമ്മളുടെ ബ്ലഡിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതയില്ലേ? ഉണ്ട്. സോ അതാണ് ഈ പെർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂഷനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേഞ്ചറസ് ആക്കുന്ന സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഓർ ഫാക്ടേഴ്സ് ഫോർ എക്സ്പോഷർ ടു പെർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂഷൻ?
പെർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂഷനുടെ എക്സ്പോഷറുമായി ബന്ധപ്പെട്ട റീസൺസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടുബാക്കോ സ്മോക്ക്. നിങ്ങൾ പുക വലിക്കുമ്പോൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ പുറത്തേക്ക് വിടുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൾവറൈസേഷൻ ഓഫ് കോൾ, സ്പ്രേയിങ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഡസ്റ്റ് സ്റ്റോംസ്, സാൻഡ് ബ്ലാസ്റ്റിംഗ്. സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ്. ഈ 5 കാര്യങ്ങളിലും ഏതാണ് പെർട്ടിക്കുലേറ്റ് മാറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ടുബാക്കോ സ്മോക്ക് ചെയ്യുമ്പോഴും ഡസ്റ്റ് പാർട്ടിക്കിളുകൾ വരുന്നുണ്ട്. സോ ചെറിയ മൈക്രോൺ ലെവലിലുള്ള പെർട്ടിക്കുലർ 2.5-ലും 10-ലും ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിളുകൾ വരുന്നുണ്ട്. പൾവറൈസേഷൻ ഓഫ് കോൾ, കോളിനെ പൾവറൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ചെറിയ ചെറിയ കണികകളായിട്ട് മുറിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും ഡസ്റ്റ് പാർട്ടിക്കിളുകളും ഫ്യൂംസും എല്ലാം വരുന്നുണ്ട്. പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അത് ഇതിലേക്ക് മാത്രം വരുന്നു ഉള്ളൂ, അല്ലെങ്കിൽ ചെടിയിൽ മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ. അല്ല, പകരം അത് അറ്റ്മോസ്ഫിയറിലേക്ക് വരികയും ഫ്യൂംസിന്റെ കണികകളായിട്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ ഡസ്റ്റ് സ്റ്റോം, സാൻഡ് ബ്ലാസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് വരുന്നുണ്ട്? നമ്മളുടെ പെർട്ടിക്കുലേറ്റ് മാറ്റർ പൊല്യൂഷൻ വരുന്നുണ്ട്. സോ ദ ഓപ്ഷൻ വിൽ ബി ഡി 1, 2, 3 and 4 and 5. ഓക്കെ, 5 കാര്യങ്ങളും പെർട്ടിക്കുലേറ്റ് മാറ്ററിൽ പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു ചോദ്യം, നമ്മളുടെ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയ, വൈറസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഈ ബാക്ടീരിയയും വൈറസും എല്ലാം പെർട്ടിക്കുലേറ്റ് മാറ്ററുകളാണോ? ഏത് തോന്നുന്നു? ബാക്ടീരിയ. നിങ്ങൾ UPSC-യിൽ ചോദിച്ചിരിക്കുകയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്? ദെൻ നിങ്ങൾ കൊടുത്തിരിക്കുകയാണ് PM 2.5, PM 10. ദെൻ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ആൽഗെ വേണ്ട, ബാക്ടീരിയ, വൈറസ് എക്സെട്ര. നിങ്ങൾ എന്ത് ചെയ്യും? ബാക്ടീരിയയും വൈറസും പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണോ അല്ലയോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ബാക്ടീരിയയും വൈറസും ഒക്കെ പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. എന്താ പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ ഡെഫിനേഷൻ? ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഓർ ലിക്വിഡ് പാർട്ടിക്കിൾസ് വിച്ച് cannot see through eyes but മൈക്രോസ്കോപ്പിക്കലി സീൻ ചെയ്യാൻ പറ്റുന്ന സോളിഡും ലിക്വിഡുമായിട്ടുള്ള എന്താണ് 10 മൈക്രോണിൽ താഴെയുള്ള സാധനങ്ങളെയാണ്, അല്ലെങ്കിൽ ലിക്വിഡും പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ബാക്ടീരിയയും വൈറസും മൈക്രോസ്കോപ്പിക് ലെവലിൽ കാണാൻ പറ്റുന്ന പാർട്ടിക്കിളുകളല്ലേ? അതിനെ നമ്മൾ വയബിൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കും. ഓക്കെ, വയബിൾ പെർട്ടിക്കുലേറ്റ് മാറ്റർ, ദെൻ സബ്സ്റ്റാൻറ്റീവ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇങ്ങനെ 2 രീതിയിലൊക്കെയാണ് പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഓർത്തിരിക്കുക, മൈക്രോ ഓർഗാനിസംസ് ലൈക്സ് എന്താണ്, ബാക്ടീരിയ, വൈറസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്താണ്? നമ്മൾ പൊല്യൂഷൻ പറയുമ്പോൾ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പെർട്ടിക്കുലേറ്റ് മാറ്ററുകൾ പ്രധാനമായിട്ടും PM 2.5-ഉം PM 10-ഉം ആണ്. 10-ൽ താഴെ മൈക്രോണിലുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററും ദെൻ എന്താണ് 2.5 പെർട്ടിക്കുലേറ്റ് സൈസ്, മൈക്രോൺ സൈസിൽ താഴെയുള്ള പെർട്ടിക്കുലേറ്റ് മാറ്ററുകൾ. ഓക്കെ, സോ ഇത് എവിടെ നിന്നെല്ലാം വരുന്നു? എക്സാമ്പിളുകളൊന്ന് ചിന്തിച്ചേ. സിമെന്റ്, ദെൻ പെയിന്റ്, സ്മോക്ക്, ദെൻ പൾവറൈസേഷൻ, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളിൽ നിന്ന് ഈ എന്ത് വരാം? പെർട്ടിക്കുലേറ്റ് മാറ്ററുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്ന ഡിസ്കഷൻ ക്ലിയർ ആയല്ലോ. സോ ഇന്നത്തെ പത്രത്തിലേക്ക് എന്താ വന്നിരിക്കുന്നത്? ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പെർട്ടിക്കുലേറ്റ് മാറ്റർ എത്രയായി? 400 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് സെന്റിമീറ്റർ, അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിൽ 400 മൈക്രോഗ്രാംസ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ആയി. ഇതെങ്ങനെയാണ്? ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? പടക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിളുകൾ 1 ക്യൂബിക്കൽ മീറ്ററിൽ 400 മൈക്രോഗ്രാംസിൽ കൂടുതലാണ്. അത് അലാമിംഗ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. ദെൻ നമ്മളുടെ എന്താണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 300 ആണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോശം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. അതായത് എന്താണ് സിവിയർ എന്ന് പറയുന്നതാണ് 400 മുതൽ 500 വരെയുള്ള കാര്യങ്ങൾ. സിവിയറിൽ താഴെ എന്ന് പറയുന്ന രീതിയിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോർഷൻ, ആരാണ് നമ്മളുടെ ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻ ആണ്. ഇങ്ങനെ ഒരു ആക്ടിന്റെ അണ്ടറിൽ വന്നു കഴിയുമ്പോൾ എന്താ ഗുണം?
അല്ലെങ്കിൽ ആക്ടിന്റെ അണ്ടറിൽ വന്നു കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ നെക്സ്റ്റ് ചോദ്യം? ഗുണമല്ല, എന്താണ് നമ്മളുടെ നെക്സ്റ്റ് ചോദ്യം? ഏതാണ് ആ ആക്ട്? ഏതാണ് ആ ആക്ട്? അപ്പോ അതിന് ഉത്തരവുണ്ട്. ഏതാണ്? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1984 ആണോ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണോ? ഒന്നുമല്ല, നമ്മളുടെ വാട്ടർ ആക്ടിന്റെ അണ്ടറിലാണ്. കാരണം അന്ന് ഈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 1971 കാലഘട്ടമാണ് നമുക്ക് ഉണ്ടായിരുന്ന വാട്ടർ ആക്ട് ആണ്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1971. ആ ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തു? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും അല്ല, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും, അങ്ങനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നമ്മൾ ഈ വാട്ടർ ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്തേ കാണാൻ പറ്റുന്നുണ്ടോ? സോ ഞാൻ വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. India, it can advise the central government on any matters related to the prevention and control of water and air pollution. വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്താണ്? അഡ്വൈസ് ചെയ്യാം. അഡ്വൈസറി പൊസിഷൻ മാത്രമാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് സോണൽ ഓഫീസ് കോൾഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? സോ ഞാൻ പറഞ്ഞ ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടി എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഡിഫറന്റ് ആയിട്ടുള്ള സോണൽ ഓഫീസുകൾ ഉണ്ട്. എന്നാൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സോണൽ ഓഫീസ് അല്ല. പകരം അതൊരു സെപ്പറേറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലെ നമ്മുടെ വാട്ടർ ആക്ടിന്റെ കീഴിൽ വരുന്ന മറ്റൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് തെറ്റിക്കാനായിട്ട് നിങ്ങൾക്ക് ചോദിച്ചൂടെ? സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ വന്നിട്ട് സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു ആക്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സെപ്പറേറ്റ് ആക്ടുകളുടെ കീഴിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ തെറ്റിക്കാം. സോ ആ ഒരു കെണിയിൽ നിങ്ങൾ വീഴരുത്. അപ്പോ ഈ ഒരു ഡിസ്കഷനിൽ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഡിസ്കഷനിൽ എന്താണ് റൈറ്റ് ആൻസർ? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഡിസ്കഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ എ 1 ഓൺലി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വാട്ടർ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ് റിലേറ്റഡ് ടു വാട്ടർ ആക്ട്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് ബോത്ത് വാട്ടർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഡിഫൈൻ ചെയ്യുന്നുണ്ടാകുമോ വാട്ടർ ആക്ട്? ഓഫ് കോഴ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാകും. പിന്നെ എന്തിനാണ് വാട്ടർ ആക്ട് വന്നിരിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ എന്താണ്, വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനല്ലെങ്കിൽ. അപ്പൊ നമുക്ക് ഒന്നാമത്തത് ശരിയായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ മെയിൻ്റനൻസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ഓൾ ടൈപ്സ് ഓഫ് സർഫേസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. വാട്ടർ ആക്ട്, വാട്ടർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ആക്ട്, 74ലെ ആക്ട്, ഇത് ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ടാകും. എനിക്ക് സംശയമായി. അതായത് നോർമൽ വാട്ടറിനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എനിക്കൊരു സംശയം വന്നു. ഞാൻ എന്ത് ചെയ്തു? തേർഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. ഇറ്റ് ഓതറൈസസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവനേഷൻ ടു ഇംപ്ലിമെന്റ് ദ വർക്ക് for the objective of the act. It authorized the Department of Water Resources. Department of Water Resources എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഇറിഗേഷൻ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റീജുവനേഷൻ, അതായത് ഗംഗയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗംഗയിലെ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമാമി ഗംഗ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഗംഗാ റീജുവനേഷൻ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസും വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ടുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി എനിക്ക് മനസ്സിലായി അതെന്തോ ഒരു കുടുക്കാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ് ഈസ് ഫിഷി എന്ന് എനിക്ക് അവിടെ മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. സോ ഓട്ടോമാറ്റിക്കലി ബിയും സിയും എലിമിനേറ്റ് ആയിപ്പോയി. ദെൻ ഓപ്ഷൻ എയും ഡിയും മാത്രമാണ് വരുന്നത്.
ഓപ്ഷൻ എയും ഡിയും. എനിക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആക്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു ആക്ട് വെച്ചിട്ട് വാട്ടർ പൊല്യൂഷൻ എന്താണ്, വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ആക്ടിന്റെ കാര്യമില്ലല്ലോ. സോ എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഞാൻ വീണ്ടും എനിക്ക് സംശയമുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി. ഇറ്റ് പ്രൊവൈഡ് ഫോർ മെയിൻ്റനൻസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ഓൾ ടൈപ്പ് ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഞാൻ ചിന്തിച്ചു, എന്റെ ലോജിക്കിനെ അല്ലെങ്കിൽ എന്റെ ഇൻഡ്യൂഷനെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗണ്ണിക്കുന്നില്ല. ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചും പറയുന്നുണ്ടാകാം, എനിക്ക് പെർട്ടിക്കുലർലി അറിയാൻ പാടില്ല ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ടോ. പക്ഷേ ഞാൻ ചിന്തിച്ചു ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ, എല്ലാ സർഫസ് വാട്ടറിനെയും ഗ്രൗണ്ട് വാട്ടറിനെയും കുറിച്ച് പറയാനായിട്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി ചിന്തിച്ചു, ഗ്രൗണ്ട് വാട്ടർ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ആക്ടുകൾ ഉണ്ടോ? ഓർഗനൈസേഷനുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടോ എന്ന് എനിക്കറിയാം, പക്ഷേ ആക്ടുകൾ പ്രധാനമായിട്ടും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് എടുത്തു. സോ ഓപ്ഷൻ എ 1 and 2 ഓൺലി ആയിരിക്കും ഈ ഒരു ഡിസ്കഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ വാട്ടർ ആക്ടിന്റെ കീഴിൽ എന്തൊക്കെ പറയുന്നുണ്ട്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ദെൻ ഗ്രൗണ്ട് വാട്ടർ അടക്കമുള്ള വാട്ടർ സോഴ്സ് ഓൾ ടൈപ്പ് ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ട് മെയിൻ്റനൻസ്, റീസ്റ്റോറേഷൻ, ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മളുടെ വാട്ടർ ആക്ട് 1974 പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം വാട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വാട്ടർ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ആക്ട് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മളുടെ ഡൽഹി ഡിസ്കഷനിലേക്ക് വരാം. ഡൽഹി ഡിസ്കഷനിൽ ആരാണ് ഡൽഹിയുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അതിന്റെ സുപ്രീം അതോറിറ്റി ആയിട്ട് വരുന്നത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. നമുക്ക് ആരാണ് സുപ്രീം അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബോഡി ആയിട്ടുള്ളത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. പക്ഷേ സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് 2015 മുതൽ അല്ലെങ്കിൽ 2005 മുതൽ 2000 മുതൽ പഠിച്ച പണി 18 നോക്കിയിട്ടും ഡൽഹിയിലെ എയർ പൊല്യൂഷൻ കൂടുന്നതല്ലാതെ കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, കൂടുന്നതല്ലാണ്ട് കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പഠിച്ച പണി 18 നോക്കി. നമ്മളുടെ ആര് നോക്കി? മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ഫോറസ്റ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പഠിച്ച പണി 18 നോക്കി. എന്നിട്ടും ഈ പൊല്യൂഷൻ കർബ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോ ഇതിന്റെ അതോറിറ്റി ആരാണ്? ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. സുപ്രീം കോടതിയിലേക്ക് നമ്മുടെ MC മേത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയി. MC മേത്ത പറഞ്ഞു, കോടതി ഉമ്മാര് വെറുതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, വെറുതെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒരു ലാഭവും ഇല്ല സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ വെച്ചിട്ട്. സുപ്രീം കോടതി നേരിട്ട് ഡൽഹിയിലെ എയർ പൊല്യൂഷൻ എന്താണ് നോക്കണം, അല്ലെങ്കിൽ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ സുപ്രീം കോടതി നേരിട്ട് നോക്കണം, എന്നാൽ മാത്രമേ ഉമ്മാരെ പണിയെടുക്കുള്ളൂ എന്ന് ആര് പറഞ്ഞു? MC മേത്ത പറഞ്ഞു. സുപ്രീം കോടതി അത് ശരിവെച്ചു. അപ്പോ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ, ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ, സുപ്രീം കോടതി ഇരിക്കുന്നതും എവിടെയാണ്? ഡൽഹിയിലാണ്. അവന്മാർ വരെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചു. അപ്പോ ഡിഫറെന്റ് കമ്മിറ്റീസ് ആയി. ഒന്ന് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് നോക്കുന്നുണ്ട്, നമ്മളുടെ ആരാണ്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോക്കുന്നുണ്ട്. ദെൻ അതുകൂടാണ്ട് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. ഇപ്പോ ഹരിയാനയ്ക്കാണെങ്കിലും പഞ്ചാബിനാണെങ്കിലും ഈ ഏരിയകളിലെല്ലാം സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, ഇവര് നോക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ സുപ്രീം കോടതിയും നോക്കുന്നുണ്ട്. പണിപാളിയില്ലേ, എത്ര കമാൻഡന്റ് ആണ് അല്ലെങ്കിൽ എത്ര ഡയറക്ടേഴ്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അവിടെ ഒരു എഫിഷ്യൻസി കുറവ് വന്നത് കാരണം നമ്മൾ ഇതിന്റെ ഒരു അതോറിറ്റി, എന്തിന്റെ, ഇവിടെ ഡൽഹി റീജിയനിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി റീജിയനുകളിലും അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലും പൊല്യൂഷൻ കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, എന്താണ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നമ്മൾ രൂപീകരിച്ചു. സോ അതെന്നാണ് രൂപീകരിക്കുന്നത്? 2021. സോ ഫസ്റ്റ് ചോദ്യം ചോദിച്ചൂടെ, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഓർ നോട്ട്? പലപ്പോഴും പലരും തെറ്റിക്കും. നമ്മൾ എന്താണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് പഠിക്കും, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് പഠിക്കും. പക്ഷേ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ആ കമ്മീഷൻ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും, കമ്മീഷൻ അല്ലേ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആകാനായിട്ട് സാധ്യതയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആകില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോങ് ആൻസർ മാർക്ക് ചെയ്യും.
അപ്പോ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ്. ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? വാട്ടർ ആക്ടിന്റെ അണ്ടറിലാണോ? അല്ല. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണോ? അല്ല. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്. നാഷണൽ ക്യാപിറ്റൽ റീജിയനും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ എയർ ക്വാളിറ്റി പ്രശ്നം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MC മേത്ത വെച്ച് ഒരു റെക്കമെൻഡേഷന്റെ പേരിൽ അല്ലെങ്കിൽ MC മേത്ത കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. സോ പോസിബിൾ ആയിട്ട് നിങ്ങൾക്ക് തെറ്റിക്കാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഓർ നോട്ട്. സോ ഡൽഹി മാത്രമാണോ? അല്ല. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർബ് ചെയ്യുക അല്ലെങ്കിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർബ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? നമ്മളുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, അല്ലെ? എന്നാൽ അത് മോണിറ്റർ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനായിട്ടുമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്, ഡൽഹിയിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് നമ്മളുടെ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. കത്തിയോ? ആ കണക്ഷൻ മനസ്സിലായോ? പുറപ്പെടുവിക്കുന്നത് നമ്മളുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിരിക്കാം, പക്ഷേ മോണിറ്റർ ചെയ്യാനായിട്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ഈ CAQM ആണ്. ഓക്കെ, സോ ഇവർക്ക് ഡിഫറെന്റ് പ്ലാനുകൾ ഉണ്ട്, റിസ്ക് ബേസ്ഡ് ആയിട്ട് ഡിഫറെന്റ് പ്ലാനുകൾ ഉണ്ട്. സോ എയർ ക്വാളിറ്റി ഒരു 300 ആകുമ്പോൾ ഇവർക്ക് ഒരു പ്ലാൻ, എന്താണ് അതിന് പെർട്ടിക്കുലർലി ഒരു പേര് പറയും, ഞാനത് മറന്നുപോയി. സോ ഡിഫറെന്റ് പ്ലാനുകൾ ഉണ്ട്. ഇപ്പോൾ ഓരോ എയർ ക്വാളിറ്റി സെഷൻസ് വരുമ്പോഴും എന്താണ് ഡിഫറെന്റ് പ്ലാനുകൾ അവർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ പ്ലാനുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ CAQM എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. മനസ്സിലായല്ലോ? സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ CAQM എന്ന് പറയുന്നത്. പലരും മിസ്റ്റേക്കിൽ തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്, തെറ്റിക്കാതിരിക്കുക. ഒരു മാർക്കാണ്, ഒരു മാർക്കല്ല 2 മാർക്കാണ് നമുക്ക് അവിടെ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എയർ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം, സമയം കുറവാണ്. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ ബ്രസീലുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ്. ഒക്ടോബർ 17 വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ മിസ് ഔട്ട് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആണ്, എന്നാൽ പ്യുവർ ഇമ്പോർട്ടന്റ്. പ്രിലിംസ് പെർസ്പെക്റ്റീവ്, മെയിൻസ് പെർസ്പെക്റ്റീവ്, ഇന്റർവ്യൂ പെർസ്പെക്റ്റീവ്, എല്ലാ പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. എന്താണ് ഇന്ത്യ മെർകോസർ? എന്താണ് ഈ മെർകോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെർകോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലാറ്റിൻ അമേരിക്ക, പെർട്ടിക്കുലർലി നമ്മളുടെ സൗത്ത് അമേരിക്കൻ റീജിയനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രേഡിംഗ് അലയാണ്. ഇപ്പോ എന്താണ് ASEAN പോലെ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറയുന്ന ASEAN എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതുപോലെ നമ്മളുടെ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ട്രേഡ് ഓർഗനൈസേഷൻ ആണ് എന്ത്? മെർകോസർ എന്ന് പറയുന്നത്. സോ ഈ ഇന്ത്യയും മെർകോസറും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. നമ്മളുടെ UK ആയിട്ട് നമുക്ക് എന്താണുള്ളത്? ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ ആയിട്ട് നമുക്ക് എന്താ ഉള്ളത്? ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്, പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ മെർകോസറുമായിട്ട് നമ്മൾ എന്തൊപ്പിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ചർച്ചകൾ എന്തിന്റെ ചർച്ചകൾ നടക്കുകയാണ്? ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. സോ കുറച്ച് ആളുകളായിട്ട് ട്രേഡ് ചെയ്യുന്നു നമ്മൾ. അപ്പോ നമുക്ക് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റുകളായിട്ടുള്ളവരായിട്ട് നമ്മൾ പ്രിഫറൻഷ്യലി ട്രേഡ് ചെയ്യും. ഓക്കെ, ഒരു 5 പേര് എന്താണ് കുരുമുളക് കയറ്റി വരികയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചോളവും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പൊ നമ്മളുടെ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മളിപ്പോ കടയിൽ പോകുമ്പോൾ നമ്മളുടെ വീടിന്റെ അടുത്തുള്ളത് ചിലപ്പോൾ രാജൻ ചേട്ടന്റെ കടയിൽ നിന്നല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. സോ രാജൻ ചേട്ടനായിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. ഇപ്പൊ രാജൻ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ്, മോനെ എനിക്ക് ലാഭമൊന്നും വേണ്ട, എന്താണ് നീ ഈ മാഗി നൂഡിൽസ് എനിക്ക് കിട്ടുന്ന 28 രൂപയ്ക്ക് നീ വാങ്ങിച്ചോ, എനിക്ക് ലാഭവും വേണ്ട നഷ്ടവും വേണ്ട. അങ്ങനെയാണെങ്കിൽ രാജൻ ചേട്ടൻ ആരായി? രാജൻ ചേട്ടൻ നമ്മളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ടു. പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ടാക്സുകളും ലയബിലിറ്റീസും ഒന്നും കുറയ്ക്കില്ല. പകരം എന്താണ്? ഒരു പ്രിഫറൻഷ്യൽ കൺസേൺ നമുക്ക് ഈ കൺട്രീസുമായിട്ട് കിട്ടും. ഓക്കെ, സോ അതാണ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റും നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ,
സോ മെർക്കോസറുമായിട്ട് നമ്മൾ ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടാൻ പോവുകയാണ്. അതിന്റെ ആദ്യഘട്ട ചർച്ചകളിലൊക്കെ നടക്കുന്നുള്ളൂ. ആരാണ് ബ്രസീലിയൻ കൗണ്ടർ പാർട്ട്, എനിക്ക് തോന്നുന്നു ബ്രസീലിയൻ വൈസ് പ്രസിഡന്റ് ആറ്റ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട പീയൂഷ് ഗോയൽ ആറ്റയാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തതും ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോയതും. ഓക്കെ, സോ ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മെർക്കോസ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേം ആണ്, ലാറ്റിൻ അല്ല സ്പാനിഷ് ടേം ആണ്. സോ മെർക്കോസ എന്ന് പറയുന്നതിൽ ഏതൊക്കെ കൺട്രീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്? ഇറ്റ്സ് എ 6 member ഓർഗനൈസേഷൻ. ഫസ്റ്റ് പഠിച്ചു വെക്കുക, ഇറ്റ്സ് എ 6 member ഓർഗനൈസേഷൻ. ആരൊക്കെയുണ്ട് ഇതില്? 4 ഫൗണ്ടിങ് മെമ്പേഴ്സും 2 അഡീഷണൽ ആയിട്ട് എൻ്റർ ചെയ്ത മെമ്പേഴ്സും ഉണ്ട്. ഒന്ന് ബ്രസീൽ, ഫസ്റ്റ് മെമ്പർ ആരാണ്? ബ്രസീൽ. സെക്കൻഡ് മെമ്പർ അർജന്റീന. തേർഡ് മെമ്പർ ഉറുഗ്വായ് ആൻഡ് പരഗ്വായ്. സോ ചേച്ചിയും അനിയത്തിയും ആണെന്ന് നമുക്ക് കരുതാം. അതായത് ബ്രസീൽ നമുക്കറിയാം, അർജന്റീന നമുക്കറിയാം, ദെൻ ഉറുഗ്വായ് ഉണ്ട്, പരഗ്വായ് ഉണ്ട്. ദെൻ 4 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയല്ലോ. ദെൻ ബൊളീവിയ എന്ന് പറയുന്ന കൺട്രിയെ അഡീഷണലി കുറച്ച് നാളുകൾക്ക് മുൻപ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് വെനിൻസുലയുണ്ട്. പക്ഷേ വെനിൻസുലയെ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് വെനിൻസുലയുടെ മെർക്കോസാർ അഡ്മിഷൻ അല്ലെങ്കിൽ മെർക്കോസാർ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മെർക്കോസാറിലേക്ക് ചേരാനായിട്ട് ഇവർ ഹ്യൂമൻ റൈറ്റ്സ് പോളിസീസ് ഒന്നും അവരുടെ രാജ്യത്ത് നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്? ഇവര് വെനിൻസുലയെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 6 കൺട്രീസിന്റെ മെമ്പേഴ്സ് ആണ് കറന്റ് 5 മെമ്പേഴ്സ്. ഒരു സസ്പെൻഡ് മെമ്പറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 5 മെമ്പേഴ്സ് എവിടെയുണ്ട്? നമ്മളുടെ മെർക്കോസാർ ഗ്രൂപ്പിംഗിൽ ഉണ്ട്. ഓക്കെ, സോ മെർക്കോസാർ ഗ്രൂപ്പിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു മേജർ പ്ലെയർ ഉണ്ട്. ആരാണ്? ചിലി. ചിലി ഇതിന്റെ മെമ്പർ അല്ല, പെറു ഇതിന്റെ മെമ്പർ അല്ല, ഇക്വഡോർ മെമ്പർ അല്ല, കൊളംബിയ മെമ്പർ അല്ല. ദെൻ ഇവിടെ ഒരു കൺട്രിയും കൂടി ഉണ്ട്. ഈ കൺട്രിയുടെ പേരെന്തായിരുന്നു? മറന്നുപോയി. ഓക്കെ, ഇവിടെ ഒരു കൺട്രിയും കൂടി ഉണ്ട്, ഒരു ചെറിയ കൺട്രിയും കൂടി ഉണ്ട്. സോ പെർട്ടിക്കുലർലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള കൺട്രീസ് മാത്രമാണ് ഇതിൽ മേജർലി പങ്കുകാരായിട്ടുള്ളത്. ഓക്കെ, സൗത്ത് അമേരിക്കയിലെ ഈസ്റ്റേൺ സൈഡിലുള്ള ചിലി ഇവിടെ ഒരു ലാർജസ്റ്റ് പ്ലെയർ അല്ലേ? ലിഥിയത്തിന്റെ ലാർജസ്റ്റ് റിസർവ് ചിലിയിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ചിലി ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. അസോസിയേറ്റ് മെമ്പർ ആണ് ഇവരെല്ലാവരും. പക്ഷേ ഒരു ഫൗണ്ടിങ് മെമ്പറോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിട്ട് ഈ 6 മെമ്പേഴ്സിലേക്ക് ഇവർ ആഡ് ചെയ്തിട്ടില്ല. സോ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചൂടെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ആർ മെമ്പേഴ്സ് ഇൻ ദ മെർക്കോസാർ ഗ്രൂപ്പിംഗ്? അപ്പൊ മെർക്കോസാർ ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് ആദ്യം കേൾക്കണം എന്താണെന്നുള്ളത്. ലാറ്റിൻ അമേരിക്കയിലെ ഈസ്റ്റേൺ സൈഡിലെ പ്രധാനമായിട്ടുള്ള കൺട്രീസിനെ കണക്ട് ചെയ്യുന്നതാണെന്ന് രണ്ടാമത് നമ്മൾ അറിയണം. ദെൻ പ്രധാനമായിട്ട് ചിലി എന്ന് പറയുന്ന കൺട്രി ഇല്ല എന്ന് നമുക്കറിയണം. ദെൻ ഫൗണ്ടിങ് മെമ്പേഴ്സിനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? ബ്രസീല്, അർജന്റീന നമുക്കറിയാം, ഉറുഗ്വായ് ആൻഡ് പരഗ്വായ് 4 എണ്ണമായി. ദെൻ ബൊളീവിയ എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ട്. ദെൻ ബൊളീവിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺട്രിയും കൂടി ഉണ്ട്, വെനിൻസുല. പക്ഷേ വെനിൻസുല സസ്പെൻഡഡ് മെമ്പർ ആണെന്ന് കൂടിയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. സോ മേജർലി ഇവരുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോ മെർക്കോസാറിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ എല്ലാ കൺട്രീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡിലെ 6th ലാർജസ്റ്റ് എക്കോണമിയാണ്. ഓക്കെ, വേൾഡിലെ 6th ലാർജസ്റ്റ് എക്കോണമിയാണ്. ഈ എല്ലാ കൺട്രീസിന്റെയും കൂട്ടി GDP കൂട്ടി കഴിഞ്ഞാൽ ഇന്ത്യ എത്രയാണ്? ഇന്ത്യ 4th ലാർജസ്റ്റ് എക്കോണമിയാണ്. 3rd ലാർജസ്റ്റിലേക്ക് കടക്കുന്നു, 4th ലാർജസ്റ്റ് എക്കോണമിയാണ്. സോ അത്രയും വലിയൊരു GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഷെയർ ഉള്ളൊരു കൺട്രിയാണ് നമ്മളുടെ ഈ മെർക്കോസാർ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോദിജി ഫൈനേഷൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് ബ്രസീലിലും അർജന്റീനയിലും പോയതിന്റെ കാര്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ്? ഇങ്ങനെയുള്ള ട്രേഡ് അഗ്രിമെന്റുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് എല്ലാവരും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 5 നേഷനെ നമ്മുടെ മോദിജി വിസിറ്റ് ചെയ്തല്ലോ. അതില് മെർക്കോസാർ ഗ്രൂപ്പിങ്ങിലുള്ള എത്ര സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു? 2 സ്റ്റേറ്റുകൾ, ബ്രസീലും അർജന്റീന. ദെൻ വെനിൻസുലയുടെ മുകളിലുള്ള ഒരു പോർഷനിലേക്ക് കൂടി മോദിജി പോയിട്ടുണ്ടായിരുന്നു. എന്താണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഏതാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഏരിയ കൂടിയാണ് നമ്മളുടെ മോദിജി വിസിറ്റ് ചെയ്തത്. പക്ഷേ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഒന്നും ഈ നമ്മളുടെ മെർക്കോസാർ ഗ്രൂപ്പിംഗിൽ പെടുന്ന ഇതൊന്നുമല്ല, കൺട്രി ഒന്നുമല്ല, ഐലൻഡ് കൺട്രി ഒന്നുമല്ല. ഓക്കെ, സോ മെർക്കോസാറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കുക. 1991 കാലഘട്ടങ്ങളിൽ മുതലൊക്കെയാണ് ഈ മെർക്കോസാർ ഗ്രൂപ്പിങ്ങുകൾ വരുന്നത്. ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് 4 പേരാണ്. ദെൻ
അഡീഷണലി 2 മെമ്പേഴ്സിനെ ആഡ് ചെയ്തു, 1 മെമ്പേഴ്സിനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തു. ദെൻ ചിലിയൊക്കെ ഇതിന്റെ അസോസിയേറ്റ് മെമ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്, പക്ഷെ ഒരു ഫുൾ ടൈം മെമ്പർ ആയിട്ട് മാറിയിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സൗത്ത് അമേരിക്കയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ പഠിച്ചോ? സോ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇന്റർനാഷണൽ റിലേഷനിലെ ക്വസ്റ്റ്യൻ മാത്രമല്ല മാപ്പിംഗിലെ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പഠിച്ചേ. ഇവിടെ നിങ്ങൾ ബ്രസീൽ ഐഡന്റിഫൈ ചെയ്തേ. ഈ വലുതായിട്ട് കിടക്കുന്നതാണ് ബ്രസീൽ, താഴെ അർജന്റീനയുണ്ട്. ഈ ചെറിയ കൺട്രി ഏതാണ്? ഒന്ന് മൈൻഡ് മാപ്പിൽ ആ ഒരു ഫസ്റ്റ് ഞാൻ കാണിച്ച പിക്ചർ വരുന്നുണ്ടോ ഒന്ന് നോക്കിയേ. ഇവിടെ പെറുഗ്വായ് ആണോ ഉറുഗ്വായ് ആണോ? ഇവിടെ ഈ താഴെ കിടക്കുന്നത് ഉറുഗ്വായ് ആണ്. ദെൻ ഇവിടെ വരുന്നത് എന്താണ്? ഈ ഒരു ചെറിയ കൺട്രി, ഇത് പെറുഗ്വായ്, ചേച്ചിയും അനിയത്തിയും ആണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ഇതേതാ കൺട്രി? ബൊളീവിയൻ കാടുകളിൽ ആരാണ് നടന്നത്? ചെഗ്വേരയുടെ വിപ്ലവം വിപ്ലവം പൊഴിച്ച മണ്ണുകളാണ് ഈ ബൊളീവിയൻ കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ കൺട്രിയാണ് ബൊളീവിയ. ദെൻ ഇവിടെ ആരുണ്ട്? ഇവിടെ ഈ ലാർജ് ഷേപ്പിൽ കിടക്കുന്ന അല്ലെങ്കിൽ താഴേക്കിന് നീണ്ടു കിടക്കുന്ന കൺട്രിയാണ് ചിലി എന്ന് പറയുന്നത്. ദെൻ മുകളില് വെനിൻസുലയുണ്ട്. ദെൻ ഇപ്പുറത്ത് ആരാണുള്ളത്? വെനിൻസുലയുടെ തൊട്ടിപ്പുറം മറന്നുപോയി ഡീറ്റെയിൽ ആയിട്ട്, കൊളംബിയ ആൻഡ് ഇക്വഡോർ. ഓക്കെ, സോ വെനിൻസുലയുടെ തൊട്ടിപ്പുറം ആരാണ്? കൊളംബിയ ആൻഡ് ഇക്വഡോർ. ഇവിടെ ഒരു കൺട്രിയും കൂടി ഉണ്ട്, എനിക്ക് തോന്നുന്നു ജി വെച്ചാണ് ആ കൺട്രിയുടെ സ്റ്റാർട്ടിംഗ് പേര് വരുന്നത്, എനിക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. സോ കൊളംബിയയും ഇക്വഡോറും നമ്മൾ കണക്കാക്കി. യു ആർ ഡൺ വിത്ത് സൗത്ത് അമേരിക്കയുടെ മാപ്പ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കൊളംബിയ, ഇക്വഡോർ, ചിലി, ദെൻ ബ്രസീൽ, അർജന്റീന, ഉറുഗ്വായ്, പെറുഗ്വായ്, ബൊളീവിയ, വെനിൻസുല, ദെൻ വൺ മോർ കൺട്രീസ്. ഇതൊന്ന് ഗൂഗിൾ ഒന്ന് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ജി വെച്ചാണ് ആ കൺട്രിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് എനിക്ക് തോന്നുന്നു, മറ്റു പിക്ചറിലും ഇല്ല. ഓക്കെ, സോ ഞാൻ ആ ഒരു ഡിസ്കഷൻ ഞാൻ മറന്നുപോയി. ആ ഒരു കൺട്രിയുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഒരു സ്മോൾ ഡിസ്കഷൻ ആണ്. എന്താണ്? അൺറിലയബിൾ എയർ ആൻഡ് നോയിസ് ഡാറ്റ. നമ്മൾ ഈ ഒരു ഡിസ്കഷന് മുന്നേ നടത്തിയിട്ടുണ്ട്. എന്താണ്? ഈ നോയിസ് പൊല്യൂഷന്റെയും എയർ പൊല്യൂഷന്റെയും കൃത്യമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ഡാറ്റാസ് വേണം. ഇന്ത്യ ഈസ് ഫ്ലൈയിങ് ബ്ലൈൻഡ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എയർ പൊല്യൂഷൻ എത്രയുണ്ട് കൃത്യമായിട്ട് സെൻസേഴ്സുകൾ വെച്ചിട്ട് എയർ പൊല്യൂഷന്റെ ഡാറ്റാസ് ഐഡന്റിഫൈ ചെയ്യണം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഡ്യൂട്ടിയാണ്. നോയിസ് പൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? നോയിസ് പൊല്യൂഷൻ വേണമെങ്കിലും ഈ ഡാറ്റാസ് കൃത്യമായിട്ട് വേണം. എന്തോരമാണ് നോയിസ് പൊല്യൂഷൻ വരുന്നത് എന്ന് കാണിക്കാനായിട്ട് ഡാറ്റാസ് വേണം. പക്ഷേ അത് കൃത്യമായിട്ട് നടക്കുന്നില്ല. അതിനെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ, സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ടായിട്ടുള്ളത്. സോ അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ ഇതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡിസ്കഷൻ ലിമിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ നമ്മളുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസുകളിലേക്കുള്ള ജോയിനിങ് കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡിസംബർ വരെയുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളവർ നമ്മളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. നെക്സ്റ്റ് ടെസ്റ്റിന്റെ ഡിസ്കഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റിന്റെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഒരു ഗ്രൂപ്പ് ഫോർമേഷനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ലിങ്ക്സ് നമ്മൾ അയച്ചു തരും. അതിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.